നെഹ്റു ട്രോഫി വള്ളംകളി വേണം എന്ന് കോഴിക്കോട്ടുകാർ ഒരു പാട്ടിലൂടെ ആ ഐക്യം പ്രകടിപ്പിക്കും. നമുക്കിപ്പം പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ അല്ലേ? പ്രതീക്ഷ ഒരു നാടൻ പാട്ട് കലാകാരനാണ്. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ജിമ്മിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, സാധാരണക്കാരായ മനുഷ്യനായിട്ടോ ഇത് ജീവിതത്തിന്റെ പ്രയാസത്തോട് മല്ലിട്ട് നേടിയ കരുത്ത അല്ലേ? അല്ലേ? പ്രതീക്ഷ എവിടെ വീട്? ഞാൻ കോഴിക്കോട് തിരുവമ്പാടിയാണ്. അപ്പൊ നമ്മുടെ വള്ളംകളി വേണ്ടേ? ഓണാഘോഷം വേണ്ടേ? ഓണാഘോഷം വേണം. ഓണക്കോടി വേണ്ടേ? ഓണസദ്യ വേണ്ടേ? ഓണസദ്യ വേണം. പിന്നെ 2 പാട്ടും ആവാം. തീർച്ചയായിട്ടും. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈതകതെയ്തോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താറാ തെയ്തും കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈതകതെയ്തോ ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈതകതെയ്തും വരവേൽക്കാനാളു വേണം കോടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈ തകതെയ്തും ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈ തകതെയ്തും ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈ തകതെയ്തും ഓ തിത്തിത്താറാ തിത്തിത്തൈ തിത്തൈ തകതെയ്തും. ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് വള്ളം കളിച്ചു കഴിഞ്ഞു. കോഴിക്കോട്ടുകാർ വള്ളം കളിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണാഘോഷ കളറായി. അപ്പോൾ നമ്മളെല്ലാ ദുരന്തമുഖത്തു നിന്നും അതിജീവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി നടന്നാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ആ കഥകടച്ചങ്ങനെ ഇരിക്കും. ആ സങ്കടത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയാണ്. അതൊരു കടൽ പോലെ അതിങ്ങനെ തിരയടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മറികടക്കണമെങ്കിൽ നിങ്ങൾ തോണി ഇറക്കണം. ആശ്വാസത്തിൻ്റെ തോണി, അത് ആഘോഷത്തിൻ്റെ തോണിയായി ഇറങ്ങട്ടെ. ഓണം പൊടിപൊടിക്കട്ടെ എന്നാണ് നമുക്ക് പ്രേക്ഷകർ പറയാനുള്ളത്. രശ്മി, നമ്മൾ ആ മൂഡിലേക്ക് മാറി. രശ്മി വലിയ ഫിലോസഫിക്കലായിട്ടൊരു പാട്ടിലൂടെയാണ് നമ്മളിത് തുടങ്ങി വെച്ചത്. ഇനി ആ വൈബിലിന് പറ്റുന്നൊരു പാട്ടിലേക്ക് കൂടി രശ്മി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. രശ്മി ഇത് കേട്ടോണ്ടിരിപ്പുണ്ട്. രശ്മിയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്ക് ചില കലാകാരന്മാരെ കൂടി ഇത് പരിചയപ്പെട്ടാലോ? നമുക്കിവിടെ തുണിക്കച്ചവടം വന്നു. ഇനി ഹോട്ടലുകാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്? സാധാരണ ഈ ഓണം ആവുന്ന സമയത്ത് പുതിയ ചെരുപ്പ് എടുക്കാനൊക്കെ ആൾ വരും. ആ ടൈമിലെ ചെരുപ്പ് വരുള്ളൂ കൂടുതലായിട്ടും. പിന്നെ പെരുന്നാൾ ടൈമിലാണ് പൊതുവേ കച്ചവടം പൊതുവേ ഒന്ന് മോശമായി, വളരെ മോശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്തവണത്തെ ഓണം ഈ കേരളത്തിലെ ആളുകളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കേരള ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ നാട്ടിലെ സാധാരണ കച്ചവടക്കാരോടൊപ്പം ആഘോഷിക്കണം. ആമസോണും ഫ്ലിപ്കാർട്ടിനും ഒക്കെ ഇത്തവണ ഈ ഓണത്തിന് മാറ്റിവെച്ച് പരസ്യം കൂടി ഉണ്ട്. നമ്മളോട് ഈ ഒരു ദുരന്തമുഖത്ത് തോളോട് തോൾ ചേർന്ന് നിന്ന ഈ സാധാരണ വ്യാപാരികളോടൊപ്പം ഇത്തവണത്തെ ഓണം ആഘോഷിച്ച് ഇപ്പോൾ ഉള്ള ഈ ഒരു മാന്യമൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ശരിക്കും ഇവരുടെ ആവശ്യം ന്യായമാണ് കേട്ടോ. നമ്മൾ പരസ്യം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ തുറന്നു പറഞ്ഞതാണ്. ആമസോൺകാരും ഫ്ലിപ്കാർട്ടുകാരും ഒക്കെ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ തരുന്നതുകൊണ്ടാണ് നമ്മളടക്കമുള്ളവർ ജീവിച്ചു പോകുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവരെക്കാൾ കൂടുതൽ പരസ്യം തരുന്നത് ഈ സാധാരണക്കാരായ കച്ചവടക്കാരാണ്. അതിൻ്റെ പേരിലല്ല നമ്മൾ പറഞ്ഞത്. ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് തൊട്ടടുത്ത് പോയി വിളിക്കാൻ ഒരാൾ വേണ്ടേ? അയാൾ ജീവിക്കണ്ടേ? അയാൾക്കൊരു പലചരക്ക് കട നടത്തി കഴിഞ്ഞാൽ ഈ വലിയ ഷോപ്പിംഗ് മാളുകളും സൂപ്പർ മാർക്കറ്റും ഒക്കെ വന്നപ്പോൾ പറ്റിപ്പോയതും ഈ സാധാരണ മനുഷ്യരുണ്ടോ, കൊച്ചു കൊച്ചു കടക്കാർ അവർ പൂട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാക്കി. മൊണോപ്പൊളിന്ന് നമ്മളെയും കുത്തകാധിപത്യം, അതാണ് അവിടെ സംഭവിച്ചത്. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു വൈബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ചെരുപ്പ് പുതുതായിട്ട് വന്നു തുടങ്ങിയെങ്കിലും എടുക്കാൻ ആൾ വരുന്നില്ല. അത് ഓണവും തമ്മിൽ എന്തായിരിക്കും? ഓണത്തിന് ബോണസ് കിട്ടി മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ചില ചെറിയ സ്വപ്നങ്ങളായിരിക്കും. ഒരു പുതിയ ചെരുപ്പ് വാങ്ങുക അല്ലേ, പുതിയ ഉടുപ്പ് വാങ്ങുക. ഓണക്കുപ്പായത്തിൻ്റെ കച്ചവടം പറഞ്ഞുതരാം. ഈ ഫാക്ടറികൾക്ക് നഷ്ടം, ചെറിയ ബിസിനസ്സുകാരുണ്ടെങ്കിൽ വലിയ കമ്പനിയൊക്കെ കൈച്ചലായി കിട്ടുള്ളൂ. റെഡിമെയ്ഡ് ആയാലും ഹോൾസെയിലായിരിക്കും വരാൻ മാർക്കറ്റ് വളരെ ഡള്ളാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവരും സഹകരിക്കണം എന്നാണ് ഈ കേരളത്തിലുള്ള മൊത്തം ആൾക്കാരോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് സഹകരിക്കണം എന്നുള്ളതാണ്. ഇനി കലാകാരന്മാരുടെ ഇടയിലേക്ക് നമുക്ക് പോകാം. കുറേ കലാപരിപാടികൾ നമുക്ക് ഇവിടെ കേൾക്കേണ്ടതുണ്ട്. നമ്മുടെ മിമിക്രി കലാകാരൻ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അല്ലേ? പേര് ദേവരാജ് വളരെ പ്രശസ്തനായ മിമിക്രി കലാകാരനാണ്. ദേവരാജിൻ്റെ ഒരു പ്രകടനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യം പ്രകടനം, പിന്നെ പ്രതികരണം. ആദ്യം പ്രകടനം, പിന്നെ പ്രതികരണം. വന്നിട്ടൊന്ന് ശ്വാസം വിടാൻ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പരിപാടിയില്ല. പ്രേക്ഷകരെ ശ്വാസം വിടാൻ വിട്ടിട്ടില്ല, പിന്നല്ലേ ചുമ്മാതായിട്ടു. അപ്പോൾ ദേവരാജിൻ്റെ ഒരു പ്രകടനം സൂപ്പറാ. ഞാൻ രാവിലെ വിളിച്ചു, ദേവരാജ് ഞെട്ടിപ്പോയി. അല്ല അങ്ങനെയല്ല, അടുത്ത മോഡിലേക്ക് പിടിച്ചു, ഇത്തിരി പിച്ചൊക്കെ കൂട്ടി. അത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്താറുള്ള മാനസികാവസ്ഥയിലല്ലല്ലോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രകടനം നടത്തണമെങ്കിൽ ഓണം സജീവമാവണം. അപ്പോഴേ ഉള്ളൂ ഞങ്ങൾക്ക് പ്രകടനം നടത്താറുള്ള ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പോരെ?
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് അല്ലേ? അല്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വോയിസ് ആണിത്. ആരെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇതാണ് ഇതേപോലുള്ള ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടുന്നൊരു സമയമാണ് ഓണം. തീർച്ചയായിട്ടും. ബുക്കിംഗ് ഒക്കെ തുടങ്ങിയോ? ബുക്കിംഗ് ഒക്കെ ഇവിടെ പല ബുക്കിംഗ് എടുത്തുകൊണ്ട് പോയെന്നാ പറഞ്ഞു. വീട്ടിൽ തന്നെ ബുക്കിങ്. ഇപ്പൊ കുക്കിംഗ് ആണ് ഉള്ളത്, ബുക്കിംഗ് ഇല്ല. ഇല്ല അല്ല, ഭയങ്കര അവസ്ഥയാണ്. കാരണം സാധാരണഗതിയിൽ ഇപ്പം സെപ്റ്റംബർ 15 ഓണം, ഇന്നിപ്പോൾ സെപ്റ്റംബർ 1 ഈ നിൽക്കുന്നതിൽ പല ആളുകളും ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് നിൽക്കാൻ സമയമില്ലാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അതിൽ ശരിക്കും സർക്കാരിൻ്റെ വകയുള്ള ഓണാഘോഷം തന്നെ ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം 2-3 സ്റ്റേജുകൾ ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു. അത് ഈ ജില്ലയിൽ മാത്രമല്ല, കോഴിക്കോടല്ല, കണ്ണൂരാണെങ്കിലും പാലക്കാട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ട് ചെയ്യുന്നതാണ്. അത് മൊത്തം ഇല്ലാണ്ടാവുന്നത് സർക്കാർ ബേക്കോട്ട് വെച്ചോടുകൂടി മറ്റുള്ള കുറേ ആളുകളും കൂടെ ഒറ്റയടിക്ക്. ആൾക്കാർക്ക് സംശയം, സർക്കാർ വേണ്ടെന്ന് വെച്ചു, അപ്പോൾ പിന്നെ നമ്മൾ നടത്തുന്നത് ശരിയാണോ? അല്ല, ആ പൈസയും കൂടി കളക്ട് ചെയ്തിട്ട് നേരെ ഈ വയനാട്ടിലേക്ക് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വന്നു. അത് വയനാടിനോട് നമ്മൾ സഹായിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങൾ നാളെ ഉണ്ട് വയനാട്ടിൽ. നിങ്ങൾ നാളെ പോകുന്നുണ്ട് വയനാട്ടിൽ? നാളെ മറ്റേ സ്കൂളിൻ്റെ പിന്നെ ഇതാണ് പുനഃപ്രവേശനമാണ്. സ്കൂൾ എനിക്കൊന്ന് നിങ്ങളടക്കമുള്ള ആളുകളാണ് പോകുന്നത്. തീർച്ചയായിട്ടും. കലാകാരന്മാർ അങ്ങോട്ട് പോകും. 5ഓളം കലാകാരന്മാർ സൗജന്യമായിട്ട് അവിടെ ആനന്ദോത്സവം എന്ന് പറഞ്ഞു നാളെ അവിടെ മ്യൂസിക്കൽ പ്രോഗ്രാമും എന്റർടൈൻമെന്റ്, മിമിക്സ്, മാജിക് ഷോസ് എല്ലാം ഉണ്ട്. ഒരു മെഗാ ഷോ ആയിട്ടാണ്. ഹരീഷ് കനാരനുണ്ട്, നിർമ്മൽ പാലാഴിൻ, ദേവേട്രാൻ, ഇവിടെ തന്നെ ഒരു 65ഓളം പേരാണ് വയനാട്ടിലേക്ക് പോകുന്നത്. നാളെ പൊളിക്കും കേട്ടോ. വയനാട്ടിൽ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് ആനന്ദോത്സവം ഉണ്ട്. അതിന്റെ ഒരു പേര് തന്നെ ആനന്ദോത്സവം എന്നുള്ളത്. ആനന്ദോത്സവത്തിലേക്ക് വരണം. ഒരു ദുരന്ത മേഖല തിരിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ വല്ലാത്തൊരു ഷോക്കായിരിക്കുമല്ലോ ആ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ മിമിക്രിയും ഒക്കെ കാണുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ടാവും. അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. ഒരു കാര്യം എന്താണെന്നറിയോ, ഈ പ്രളയകാലത്ത് പിന്നെ കഴിഞ്ഞ 2 പ്രളയത്തിൻ്റെ സമയത്തും ഇപ്പോഴാണെങ്കിലും എല്ലാം നമുക്ക് പ്രോഗ്രാമുകളൊന്നുമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പ്രോഗ്രാമുകൾ നടത്തിയിട്ട് ഫണ്ട് ശേഖരിച്ച് സർക്കാരിലേക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് ഈ കലാകാരന്മാർ മൊത്തം. അവിടെയാണ് ഇത്രയും ആളുകളാണ്, ഒരാൾ മാത്രമല്ല. ഇപ്പം നമ്മൾ മാത്രമല്ല പട്ടിണിയാവുക എന്ന് പറയുന്നത്, ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ മിഠായി തെരുവ് തന്നെ എത്ര കടേൻ്റെ മുമ്പിൽ മാവേലിമാരും പിന്നെ മറ്റേ ചെണ്ടക്കാരും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ഉണ്ടോ? ഇല്ല, ഇവരോട് ഇല്ല, ചെണ്ട ആരെയും ഇല്ലല്ലേ. ഇപ്പം നമ്മൾ മിഠായി തെരുവിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നി. 2 ആഴ്ച കൂടി ഓണമുള്ളൂ. സാധാരണ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഓണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങും, പരസ്യങ്ങൾ തുടങ്ങും. പരസ്യങ്ങൾ പോലും കുറവാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടെങ്കിലും സർക്കാരിന് ഇനിയും തിരുത്താൻ സമയമുണ്ട്. സർക്കാർ ഇപ്പോൾ ഇന്നോ നാളായിട്ട് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ സകല സ്കൂളുകളും കോളേജുകളും അങ്ങാടികളും ഒക്കെ തന്നെ ഈ 2 ആഴ്ച കൊണ്ട് ഗംഭീരമായി വരികയും ചെയ്യും. ഒരൊറ്റ പ്രഖ്യാപനം ഇന്ന് സർക്കാർ നാളായിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രിയിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിന് 9 മണിക്ക് ശേഷം ടൂറിസം വകുപ്പ് മന്ത്രി നമുക്കൊപ്പം ചേരും. അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ വിസിറ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം രാവിലെ ചേരാത്തത്. നമുക്കൊപ്പം അദ്ദേഹം തത്സമയം തന്നെ ചേരും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയാം. ഒരു തീരുമാനം നമുക്കിന്ന് ഉണ്ടാക്കാം. കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഓല സ്ഥിതി സ്കൂളിൽ പരിപാടി ഉണ്ടെങ്കിൽ കോളേജിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ ഓൽക്കും കച്ചവടം ഉണ്ടാവുള്ളൂ. പൂക്കച്ചവടമൊക്കെ വളരെ മോശത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരു പാട്ടുകാരിയെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. പേര് പറഞ്ഞോളൂ. ആതിരയുടെ സ്വരമാധുരി ആദ്യം കേൾക്കാം, അതിനുശേഷം പ്രതികരണം. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം, ഇന്നൊരു നിമിഷം, വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ. ഇടൂ അല്ലേ. ഇങ്ങനെ ആതിരയുടെ സ്വരമാധുരിയൊക്കെ കേട്ട് നമ്മുടെ തെരുവുകൾ ഉണരേണ്ട സമയമായി കഴിഞ്ഞു. 4, 5, 6 വേദികളൊക്കെ. എത്ര വേദികൾ സാധാരണ ഓണത്തിന് കിട്ടും? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കലാകാരിയാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, കോഴിക്കോട് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ നാട്ടുകാരൊക്കെ പറയല്ലോ. ചിത്ര ചേച്ചി നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് ആദ്യം ക്ലബ്ബ് വരും. അങ്ങനെയാണല്ലോ ഈ ഓണാഘോഷത്തിൻ്റെ പരിപാടിയുടെ ആദ്യത്തെ പ്ലാനിങ് അല്ലേ. നമ്മൾ ഓണാഘോഷത്തിൻ്റെ ഒരു പ്ലാനിങ് ഇടുന്ന സമയത്ത് ക്ലബ്ബുകാർ ആദ്യം പറയും നമുക്ക് ആരെ കൊണ്ടുവരണം. ആദ്യം അവിടുന്ന് പിടിച്ചോളും. AR റഹ്മാന്റെ ഒരു മ്യൂസിക് ഷോ കൊണ്ടുവന്നാലോ? 10,000 രൂപ കഷ്ടിച്ച് പിരിച്ചെടുക്കാൻ. അവസാനം ലാസ്റ്റിലേക്ക് സാധാരണക്കാരായ കലാകാരന്മാരിലേക്ക് എത്തും.
നമ്മളെ പോലുള്ള ഇപ്പോൾ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് നിർത്തി വെക്കുന്ന സമയത്ത് ഈ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്ന ആളുടെ ജീവിത ഉപാധിയാണ് നിർത്തുന്നത് എന്നുള്ളത് കറക്റ്റ്, അതാണ് ഒരു പ്രധാന കാര്യം. അപ്പം നമ്മൾ വലിയ പ്രോജക്റ്റൊക്കെ ആലോചിച്ച് ചിത്രയില്ലെങ്കിൽ എന്താ നമ്മുടെ ആതിരയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആതിരയെ ബുക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ഞാൻ ആതിരയുടെ പാട്ടുപോലെ ഇവരെ പോലുള്ള മിമിക്രി കലാകാരന്മാരെ പോലെ ഒരുപാട് കലാകാരന്മാരുടെ ഒരു സാധ്യതയാണ്. അതാണ് പക്ഷെ മങ്ങി തുടങ്ങിയത്. അതാണ് ഈ കലാകാരന്മാർ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റിയ പാട്ട് പാടി ഒരു പാട്ട് ശരി, ആ പാട്ട് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഇക്കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമ്മക്ക് കുടപ്പിറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട, ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ. എല്ലാവരും കിടപ്പിലായി, ആ അവസ്ഥയിലേക്ക് എത്തിയല്ലേ. സങ്കടം, നമ്മളിങ്ങനെ കട്ടിലിൽ എത്ര നേരം കരഞ്ഞ് കിടക്കും എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരോടൊപ്പം അവരോടൊപ്പം നിന്നവരാണ് ഇവരെല്ലാവരും. നാളെ ഇവർ 66 കലാകാരന്മാർ ആനന്ദോത്സവത്തിൽ പങ്കെടുക്കാൻ പോവുക. പക്ഷേ കയ്യിൽ കാശില്ല, അതാണ് അവസ്ഥ അല്ലേ. കൃത്യമായി പറഞ്ഞാൽ അതാണ്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. ഞാനൊരു കലാകാരനെ കൂടി പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ മുഖം എവിടെയെങ്കിലും കണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹമാണ് നമ്മുടെ സ്വന്തം പ്രദീപ് അല്ലേ. പ്രദീപ് ബാലൻ എന്നാണ് മുഴുവൻ പേര് അല്ലേ. പ്രദീപ് ബാലൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ ഏതാ? ഇപ്പോൾ ലാസ്റ്റ് തുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ചെയ്തത്. ജീവിതത്തെ അടിച്ചിട്ടുണ്ടോ? ഉണ്ട് ഇതുകൊണ്ട് വെച്ചിട്ടില്ല. ഇല്ല എന്ന് പറയുമ്പോഴും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പെട്ടെന്നുള്ള കാരണം തുണ്ട് വെച്ചിട്ടില്ലേ? വെക്കണമല്ലോ. എന്താണ്? അതെ ഇവിടെ നിന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും അല്ലേ. പ്രദീപ് ഒരു കലാകാരനാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച് തുണ്ടെന്ന സിനിമയിലാണ് അല്ലേ. ഓക്കെ, ഇപ്പൊ സിനിമയിൽ അവസരങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാഥ് ബാസ്, ഇന്ദ്രൻ സാറിനൊക്കെ ഉള്ള ഒരു പടമാണ്. സാധാരണ ഓണത്തിന് കുറേ ബുക്കിംഗ് ഒക്കെ വരേണ്ട സമയമായി. ശരിക്കും ഒരു ദിവസം 3 പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഒരു സമയത്ത് ഓണപരിപാടികളിൽ. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ 5 കൊല്ലമായിട്ട്, അതായത് കൊറോണ ഒരു 3 വർഷം കൊണ്ടുപോയി, അതിനു മുമ്പ് 2 പ്രളയം കൊണ്ടുപോയി, ഇത്രയും സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ടത് ആഘോഷ പരിപാടികളാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കലാകാരന്മാരാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്രാവശ്യം ഈ വേറെ നിവൃത്തിയില്ലെങ്കിൽ ഈ കലാപരിപാടികളുടെ ഒരു തോത് കുറയ്ക്കാം. കാരണം 1 ലക്ഷം രൂപയ്ക്ക് നടത്തേണ്ട പരിപാടിയാണെങ്കിൽ അതൊരു 50,000 രൂപയ്ക്ക് നടത്തിയിട്ട് ബാക്കി 50,000 ചാരിറ്റിക്ക് വേണ്ടി കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. മാത്രമല്ല ഈ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായ ഒരു ചാരിറ്റി വന്നാൽ പോലും ആ പണം നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് പ്രദീപിനെ പോലെ, ആതിരയെ പോലെ, ദേവരാജിനെ പോലെ, നമ്മുടെ ഈ കച്ചവടക്കാരെയൊക്കെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്നവരാരും വലിയ മില്യനേഴ്സോ കോടിപതികളോ വലിയ ബ്രാൻഡിൻ്റെ ആൾക്കാരോ ട്രൂപ്പിൻ്റെ ആൾക്കാരോ ഒന്നുമല്ല. ഇവർക്കൊക്കെ ജീവിക്കാൻ കഴിയുന്നത് സർക്കാർ എടുക്കുന്നൊരു തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. അപ്പോൾ സർക്കാർ ചോദിക്കും, ഞങ്ങൾ ഓണം വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അങ്ങ് ഓണം വേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷേ ഓണാഘോഷം ഇത്തവണ സർക്കാരിനില്ല എന്ന ഉചിതമായ തീരുമാനമാണ് ആ സമയത്ത് എടുത്തതെങ്കിലും അതുണ്ടാക്കിയ ഒരു ചലനം വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സ്വകാര്യ ഇടങ്ങൾ പോലും ഓണാഘോഷം വേണ്ടെന്ന് വെച്ചു. അത് നമ്മൾ ചൂരൽമല മുണ്ടക്കൈ മനുഷ്യരോട് അനുതാപപൂർവ്വം പെരുമാറിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല, അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. അതുകൊണ്ടാണ് ഈ കലാകാരന്മാരെ കൂടി നമ്മൾ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇത് നമുക്കൊരു പ്രകടനം കൂടിയാവാം. പ്രതികരണം മാത്രം പോരാ, പ്രകടനവും വേണം. ലാലേട്ടൻ്റെ വോയിസ്. ചോദ്യങ്ങളുണ്ട്, ഉത്തരവുണ്ടോ? ഇല്ല. മൈ ഡിയർ കല്യാണി, എൻ്റെ കല്യാണിക്കുട്ടി, പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയെ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എൻ്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരിക്കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ മെത്ത ഒഴിഞ്ഞു തരുന്നു. You are a light of my loneliness, love of my heart, you of my desert, tune of my song, tune of my kingdom, I love you, Kalyani. അതിന് ഈ പശ്ചാത്തലവും വാർത്താ സന്ദർഭവുമായി ഒരു ബന്ധവുമില്ല എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളണ്ടേ. അപ്പോൾ പ്രദീപ് അടിപൊളിയായി അല്ലേ. അപ്പോൾ നമ്മുടെ ലാലേട്ടനെ കുറിച്ച് അത് നമുക്ക് പിന്നെ പറയാം. ലാലേട്ടൻ്റെ ഫാൻസ് ഉണ്ട്, വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്തതിൽ തീർച്ചയായിട്ടും എവിടെ ജനകീയ വിഷയങ്ങളുണ്ടോ അവിടെ നമ്മൾ ഇടപെടും. അപ്പം സാറിൻ്റെ ഉമ്മാരെ കൊണ്ട് ശല്യമായല്ലോ എന്നൊക്കെ ആദ്യം പറയുമെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഉമ്മാർ വരുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നു പറയുന്നു. നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ പൊങ്ങച്ചത്തിൻ്റെ ഒരു സാധനം എലമെൻറ്റ് വരുമെങ്കിലും വേണ്ട രാവിലെ വെറുതെ വെറുപ്പിക്കുന്നതിനാ എങ്കിലും
അല്ല അതുകൊണ്ടല്ല, എന്ത് വെച്ചാലേ നെഹ്റു ട്രോഫി വള്ളംകളി നമ്മളിത് ഏറ്റെടുക്കണോ വേണം, ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. കാര്യം ഈ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ വള്ളംകളി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കയറിപ്പോടാ എന്ന് പറയും. സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ അടുത്ത് വള്ളംകളി വേണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പക്ഷേ അങ്ങനല്ല എന്ന് നമ്മൾ അവിടെ പോയപ്പോഴാണ് ആ അവസ്ഥ മനസ്സിലാക്കിയത്. ഞങ്ങൾ തുടർച്ചയായിട്ട് ക്യാമ്പയിൻ ചെയ്തു. സർക്കാർ ഇന്നിപ്പോൾ ഒരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.